ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നാണ് എൻ്റെ എൻറോൾമെൻറ്റ്. ഇന്ന് 5-ാം തീയതിയാണ്. ഒരു 8-9 മണിയാകാൻ പോകുന്നു. എൻ്റെ ബ്ലൗസ് ഇതുവരെ തയ്ച്ചിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ബ്ലൗസ് തയ്ച്ചത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാരാരിക്കുളത്ത് പോവാണ്. വന്നിട്ട് എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്തിട്ട് വേണം എൻറോൾമെൻറ്റിന് പോകാൻ. 1:30 അവിടെ എത്തിയാൽ മതി. പക്ഷേ ബ്ലോക്കൊക്കെ കൊണ്ട് ടാസ്ക് ആവാണ്ടിരിക്കാൻ നേരത്തെ ഇറങ്ങണം. പിന്നെ ഹെയർ സെറ്റ് ചെയ്യാൻ അവർക്കൊരു 1 മണിക്കൂർ വേണ്ടി വരും. മേക്കപ്പൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്തിട്ട് പോകും. അപ്പോൾ വെൽക്കം ടു മൈ എൻറോൾമെൻറ്റ് വ്ലോഗ്. അങ്ങനെ ഇനിഷ്യലി ഞങ്ങൾ ഓടിപ്പെടുത്തി ചാക്കോടെ ബൈക്കിൽ നേരെ ബ്ലൗസ് എടുക്കാനായിട്ട് പോയി. കുറച്ച് എമർജൻസി വന്നുകൊണ്ട് ബ്ലൗസ് രാവിലെ ആവുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലൗസ് കിട്ടി നോക്കി, സെറ്റാണ്. നേരെ തിരിച്ച് വീണ്ടും ഷടപടയെന്ന് വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് പോയി കുറച്ച് സ്കിൻ കെയർ ആവാം. എൻ്റെ വീട്ടുകാരുടെ ഭാഷയിൽ ഇത് ഇളക്കമാണെങ്കിലും എൻ്റെ ഭാഷയിൽ ഇത് എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്കിന്ന് കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് ഓരോ ഇളക്കം കൂടുതലാണ്. അങ്ങനെ നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്തു. അമ്മയാണ് സാരി ഡ്രൈപ്പ് ചെയ്തത്. അമ്മ അത്യാവശ്യം നന്നായിട്ട് ഉടുപ്പിക്കും. പിന്നെ സലൂണിൽ പോയി ചെയ്യാനുള്ള പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ ചെയ്തു തരും. അങ്ങനെ നമ്മൾ അയൺ ഡ്രൈപ്പൊക്കെയാണ് ചെയ്തത്. നേരെ സാലൂണിലേക്ക് ഇറങ്ങി. ചെയ്യാത്ത കാക്കാലത്ത് ചുളുങ്ങിയിരിക്കുന്ന പോലെ. അടുത്തിടെ തന്നെ UK ചേക്കേറുന്ന അരുൺ ജോസഫ്. വിഷയടാ, ബഹുമാനം കാണിക്കേ. ഇനി എല്ലാരും ഇടിക്കുന്നു. ഇങ്ങനൊരു സംരംഭം ഇവിടെ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ കൂടെ കയറുന്നതെന്ന് കൂടെ അറിയില്ല. പുല്ല്, ഒരു ഇരുട്ട്, ഒരു ഹൊറർ മയം, സാരിയൊക്കെ പൂരി പോകുന്നു തോന്നുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണൽ സാലണിൽ പോയിട്ട് റെഡി ആവാൻ പോകുന്നത്. ഹെയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് ചെയ്യുന്നില്ല, ഹെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഫീച്ചേഴ്സിന് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ മേക്കപ്പ് ചെയ്താൽ എങ്ങനെയാവും എന്താവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചേർത്തല നാച്ചുറൽസിൽ വന്ന് ഞാൻ ഹെയർ ചെയ്യാനായിരുന്നു. ഞാൻ ലൂസ് കേൾസാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കുട്ടി പറഞ്ഞു 5 വരെ എനിക്കത് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് കേൾസിന് പോകണമെന്ന്. ഈ കുട്ടീനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു വന്നു. എൻ്റെ പൊട്ട സജഷൻസൊക്കെ പറഞ്ഞു അത് ഭംഗി ഉണ്ടാവില്ല, ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കര രസമായിട്ട് ചെയ്തു തന്നു. ഫൈനൽ ലുക്ക് ഇങ്ങനെ. മേക്കപ്പ് കൂടെ ബാക്കിയുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു റൂമിൽ ലൈറ്റൊക്കെയുള്ള റൂമിൽ എന്നോട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടി മേക്കപ്പൊക്കെ ചെയ്ത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇളക്കം കണ്ടു. ഇവിടെ ഹെയർ ഡൂ ചെയ്തിട്ടിരിക്കുമ്പോൾ വീട്ടുകാർ വന്ന് താഴെ നിന്ന് എന്നെ വഴക്കുണ്ടാക്കി ലേറ്റായെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ ഇവിടെ ഇറങ്ങി നിന്നിട്ട് 10 മിനിറ്റായി. ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാനാണ് ആദ്യത്തെ സംഭവമാണ്. എന്നാലും അങ്ങനെ അവരെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തെത്തി. അങ്ങനെ തന്ന ഫോമിലിൻ്റെ പേരൊക്കെ ഫില്ല് ചെയ്തു. ഇത് പ്ലഡ്ജാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വിട്ടു. ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചത്ര പണി കിട്ടിയില്ല. പിന്നെ നമ്മൾ അളുക്കുളുക്ക് ചളിയൊക്കെ പറഞ്ഞിരുന്ന് നേരെ എറണാകുളത്തേക്ക് പോയി. പിന്നെ എത്താറായപ്പോൾ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. സാരിയുടെ കളറും നെക്ക് ബാൻഡിൻ്റെ കളറും വേറെയാണോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ അവസാന നിമിഷം വന്നു. പിന്നെ പെട്ടെന്ന് ഫസ്റ്റ് സെഷനിൽ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന എൻ്റെ ബെൻസൺ അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ വിളിച്ച് പെട്ടെന്ന് ആ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനും ഋഷിയും ലാസ്റ്റ് സെഷനായിരുന്നു. നമ്മുടെ കോളേജിൽ ഓൾമോസ്റ്റ് എല്ലാവരും ലാസ്റ്റ് സെഷനായിരുന്നു. ബെൻസിന് മാത്രം ആദ്യമായി പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ സെഷൻ നടക്കുന്ന ഹാളിലേക്ക് നടന്നു. രസമുണ്ട്, രസമില്ലേ? എല്ലാവരുടെയും ഫേസിലെ ഗ്ലോ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റഡ് ആണ്. ഹോളിൽ വീഡിയോസും ഫോട്ടോസൊക്കെ അത്ര അവർ എൻ്റർടൈൻ ചെയ്തിരുന്നില്ല. അങ്ങനെ എനിക്ക് കുറച്ച് വിഷ്വൽസ് എൻ്റെ ഫാമിലി എടുത്തുനിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നല്ല നല്ല ഫെസിലിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വേർഡ്സ് ആയിരുന്നു എല്ലായിടത്തുനിന്നും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്നൊരു കാര്യത്തിന് ഭയങ്കര എംഫസൈസ് ചെയ്ത് നല്ലോണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓത്തെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വക്കീലാവും, ഞങ്ങൾ നന്നായിട്ടൊക്കെ വക്കീൽ പണിയെടുത്തോളാം എന്നൊക്കെ ഞങ്ങൾ ഓത്തെടുക്കുന്നു. നേരത്തെ എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ആവുന്നു. ഓരോരുത്തരുടെ പേര് വിളിച്ചു തുടങ്ങി. ആൽഫബറ്റിക് ഓർഡറാണ്. അങ്ങനെ മീനു ചാക്കോനെ വിളിച്ചു. മീനു ചാക്കോ ഈസ് എൻറോൾഡ്. നിങ്ങളത് കേട്ടോ ഗൈസ്, ഞാൻ എൻറോളായി. ഞാനിന്ന് തൊട്ട് അഡ്വക്കേറ്റ് മീനു ചാക്കോ BA LLB ആണ്. ഞാൻ 3 വർഷത്തെ ലോ കോളേജ് ലൈഫിൽ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ച് വിഷ്വലൈസ് ചെയ്തൊരു സീനാണ് ഇത്.
എൻ്റെ എൻറോൾമെൻറ്റ്. അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ എൻറോൾഡായി, ഞങ്ങളൊക്കെ വക്കീലായി. ഇൻസ്റ്റഗ്രാമബിളായിട്ട് ഫോട്ടോ എടുക്കാൻ ബുക്ക് വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വലിയ ഒരു ബുക്ക് അവർ കൊണ്ടുവന്നു. ഐ വാസ് സോ ഹാപ്പി. ഞാൻ എല്ലാവരോടും ചോദിക്കായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നീ ഇച്ചിരി ഷോ ആവാം, പട്ടി ഷോ ആവാം, ജാടയാവാം. പിന്നെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു, എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു, ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു, അവിടെ ഇരുന്ന് വിശേഷമൊക്കെ പറയുന്നു. നേരെ ഇനി ഓട്ടപ്പാച്ചിലാണ്. ഹൈക്കോടതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല പിക്ചർ കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ തേനീച്ച പോലെ ആൾക്കാരാണ്. അങ്ങനെ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് കുറച്ച് നല്ല പിക്ചേഴ്സ് കിട്ടി. ഐ ആം സോ ഹാപ്പി. എൻ്റെ മുടിയൊക്കെ കേൾ ചെയ്തിട്ടത് കുറച്ചൊക്കെ കാണാം. പിന്നെ കുറച്ച് പട്ടിഷോയാവാം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നു, നമ്മുടെ എല്ലാവരുമായിട്ട് കത്തിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. പാരൻസ് ആ സമയത്തേക്ക് വല്ലാർപാടത്തേക്ക് പോയി, അതുകൊണ്ട് എനിക്ക് അത്രയും നേരെ ഇരുന്ന് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ ലോക്കോസിലാണ് എൻ്റെ ആഘോഷം. അങ്ങനെ ലോ കോളേജ് പിള്ളേർ എൻറോൾമെൻറ്റ് ഡേക്കും ഹൈക്കോടതി മുമ്പിൽ കിടന്ന് ബ്ലാ ബ്ലാ ബ്ലീ ബ്ലൂ വെച്ച് വൈബ് ക്രിയേറ്റ് ചെയ്താണ് പോയത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഒരു അടിപൊളി കാര്യം ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങാതെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഞാനെങ്ങനെ എൻ്റെ വണ്ടിയിൽ അഡ്വക്കേറ്റിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ എൻ്റെ കൂടെ കൂടിയൊരു ഡ്രീമാണ് ഒരു വക്കീലാവാൻ എന്നുള്ളത്. ഇന്ന് ഓൺ 5th 1 2025 ഞാൻ വക്കീലായി. ഞാൻ എൻട്രൻസ് ക്ലിയർ ചെയ്ത് എറണാകുളം ലോ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയത് തൊട്ട് ഇന്ന് വരെ എല്ലാം ഒരു ഡ്രീം പോലെയുണ്ട്. നമുക്ക് പറ്റാത്തതായിട്ട് എന്താ ഇവിടെ ഉള്ളത്? താങ്ക് യു ഫോർ വാച്ചിങ് മൈ എൻറോൾമെൻറ്റ് വ്ലോഗ്. I'll be back with more videos.